നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്ത് കോവിഡ്-19 വ്യാപനം ഏറ്റവും രൂക്ഷമായ അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണവും മരണസംഖ്യവും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലായിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങളായി മരണസംഖ്യയും പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. അതിനിടയിലാണ് ജോർജ് ഫ്ലോയ്ഡ് എന്ന കറുത്ത വർഗ്ഗക്കാരനെ പോലീസുകാരൻ കാൽമുട്ടമർത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ആളിപ്പടർന്നത്. മിന്നസോട്ടയിലെ മിനിയാപോളിസിൽ തുടങ്ങിയ പ്രതിഷേധം അമേരിക്കയിലെങ്ങും കത്തിപ്പടരാൻ തുടങ്ങിയിട്ട് 8 ദിവസം പിന്നിട്ടിരിക്കുന്നു. കോവിഡ് വ്യാപനം കുറഞ്ഞു തുടങ്ങുമ്പോൾ ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങുന്നത് വൈറസിന്റെ രണ്ടാം വരവിന് കാരണമാകുമോ എന്നാണ് ആരോഗ്യ വിദഗ്ധർ ഭയക്കുന്നത്. രാജ്യത്ത് നൂറ്റാണ്ടുകളായി തുടരുന്ന വർണ്ണവെറിക്കെതിരായ രോഷമാണ് അമേരിക്കൻ തെരുവുകളിൽ അലയടിക്കുന്നത്. വർണ്ണവർഗ ഭേദമില്ലാതെയാണ് അമേരിക്കൻ ജനത പ്രക്ഷോഭത്തിൽ പങ്കാളികളാകുന്നത്. മുഴുവൻ പോലീസുകാർക്കുമെതിരെ കേസെടുക്കണമെന്നും ജോർജ് ഫ്ലോയ്ഡിന് നീതി കിട്ടണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. ലോകത്താകെയുള്ള കോവിഡ് ബാധിതരിൽ 4-1 അമേരിക്കയിലാണ്. ആകെ മരിച്ചവരിൽ 3-1 അമേരിക്കക്കാരാണ്. ചൈനയിലാണ് വൈറസ് ബാധ ആദ്യമായി കണ്ടെത്തിയെങ്കിലും യൂറോപ്പിലും അമേരിക്കയിലും ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലുമാണ് വൈറസ് കൂടുതൽ നാശം വിതച്ചത്. യൂറോപ്പിൽ രോഗബാധ രൂക്ഷമായതിനു ശേഷമാണ് അമേരിക്കയിൽ കൂട്ടമരണം തുടങ്ങിയത്. 2 മാസത്തിലേറെ തുടർന്ന കൂട്ടമരണം അമേരിക്കയെ കണക്കുകളിൽ മുന്നിലെത്തിച്ചു. ഇതുവരെ 1,08,059 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രതിദിനം 4000 മരണം വരെ റിപ്പോർട്ട് ചെയ്ത സമയമുണ്ടായിരുന്നു അമേരിക്കയിൽ. 10,000-കണക്കിന് ആളുകൾ ഓരോ ദിവസവും രോഗബാധിതരായി. എന്നാൽ ദിവസങ്ങളായി അമേരിക്കയിൽ പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണവും പ്രതിദിനം മരണനിരക്കും കുറയുകയാണ്. പുതുതായി രോഗം കണ്ടെത്തുന്നവരുടെ എണ്ണവും റെക്കോർഡ് കുറവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 941 പേരാണ് കോവിഡ് പോസിറ്റീവ് ആയത്. 11 ആഴ്ചകൾക്കിടെ ആദ്യമായിട്ടാണ് പുതിയ കേസുകൾ 1000-ൽ കുറവാകുന്നത്. അതേസമയം കോവിഡ് വ്യാപനം കുറഞ്ഞു തുടങ്ങുമ്പോൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് വൈറസിന്റെ രണ്ടാം ഘട്ട വ്യാപനത്തിലേക്ക് നയിക്കുമെന്ന് മിന്നസോട്ട യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ ഇൻഫെക്ഷ്യസ് ഡിസീസ് റിസർച്ച് ആൻഡ് പോളിസി ഡയറക്ടർ മൈക്കൽ ഓസ്റ്റർഹോം പറയുന്നു. പോലീസ് കണ്ണീർ വാതകവും കുരുമുളക് സ്പ്രേയും പ്രയോഗിക്കുന്നതിനാൽ ആളുകൾക്ക് ചുമയും ശ്വാസതടസ്സവും ഉണ്ടാകാൻ കാരണമാകുന്നു. ജനക്കൂട്ടത്തിൽ വൈറസ് ബാധയുള്ള ആളുകളുണ്ടെങ്കിൽ ചുമ വൈറസ് പടരാൻ ഇടയാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. 1918-ൽ അമേരിക്കയിൽ ഫ്ലൂ പടർന്നപ്പോഴും ആൾക്കൂട്ടം രോഗത്തിന്റെ തിരിച്ചുവരവിന് കാരണമായിരുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. 1918-ൽ തുടക്കത്തിൽ പടർന്നു തുടങ്ങിയ ഫ്ലൂ സെപ്റ്റംബർ ആയപ്പോഴേക്കും അടക്കിയിരുന്നു. തുടർന്ന് ഫിലാഡൽഫിയയിൽ സൈനിക പരേഡ് നടത്തിയപ്പോൾ 2 ലക്ഷത്തിലേറെ ആളുകളാണ് പരേഡ് കാണാൻ തടിച്ചുകൂടിയത്. അടുത്ത ദിവസം തന്നെ ഫ്ലൂ ബാധിതരുടെ എണ്ണം ഉയരാൻ തുടങ്ങി. 6 ആഴ്ചക്കുള്ളിൽ 12,000-ലേറെ പേരാണ് ഫിലാഡൽഫിയയിൽ മരിച്ചത്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മരണവും രോഗബാധിതയും റിപ്പോർട്ട് ചെയ്ത ന്യൂയോർക്കിലും 1000-കണക്കിന് ആളുകൾ ദിവസങ്ങളായി പ്രക്ഷോഭത്തിലാണ്. പ്രതിഷേധം ശക്തമായ കാലിഫോർണിയ, ന്യൂജേഴ്സി, ഇല്ലിനോയ്സ് തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം കോവിഡിൽ നിന്ന് മുക്തമായി വരികയാണ്. ആളുകൾ പുറത്തിറങ്ങരുതെന്നും വീണ്ടും രോഗം പടരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്നും ന്യൂയോർക്ക് മേയർ ബിൽ ഡി ബ്ലാസിയോ പറയുന്നു. ഈ പ്രതിഷേധം രോഗവ്യാപനം കൂടാൻ ഇടയാക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ടെന്നാണ് ബ്ലാസിയോ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്.